ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും പുതിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ് കളിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നേരെ ഗെയിമിലേക്ക് കിടക്കാം. എനിക്കെന്തായാലും ഇത് അപ്പം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കെന്തായാലും ഇതൊന്ന് റെക്കോർഡ് ചെയ്യാം. നമ്മൾ കുണ്ടിക്കൊക്കെ എടുത്ത് നേരെ പോവാണ്. അപ്പോൾ നേരെ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച് ഈ സൈഡിൽ കൂടെ പോയാണ് നേരെ കയറാനായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിട്ട് കാറിലയച്ച് ഒന്നുകൂടി നേരെ പോലെ ഒന്ന് പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ഞാൻ ചാടി ഒന്ന് നോക്കി, അവിടെ ആരുമില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്തു, റഷ്യ ഓടിപ്പോകുമ്പോൾ അവിടുത്തെ ചാടി വരുന്നു. അവനെ കണ്ടതും ജിക്ക് ഇട്ട് തലയും കടിച്ച് പൊളിച്ചു. ആ കില്ലങ്ങ് ഫസ്റ്റേ കംപ്ലീറ്റ് ആക്കി. ഇതപ്പോൾ അടുത്തന്നെ ഞാൻ സ്പോട്ട് ചെയ്തു. അടുത്തന്നെ സ്പോട്ട് ചെയ്തപ്പോൾ അതിന് കൊടുത്തു അതിന് കില്ല് കംപ്ലീറ്റ് ആക്കി. ആ കില്ല് കംപ്ലീറ്റ് ആക്കിയപ്പോൾ അവിടെ അടി കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടങ്ങ് പറന്നങ്ങ് പോയപ്പോൾ ഇതാ ഒരുത്തൻ അലോക്കിനാണെങ്കിൽ എൻ്റെ അനിയനെ അങ്ങ് നോക്കാക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ ഇതും കൊടുത്ത് നേരെ അങ്ങ് റഷ് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് എന്തായാലും നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ റൗണ്ടാണ്. രണ്ടാമത്തെ റൗണ്ടിൽ എത്തിയപ്പോൾ നമ്മൾ ബൈസൺ എടുക്കുന്നത്. ബൈസൺ എടുക്കുമ്പോൾ കുത്തി പിടിക്കാനും അസൽ നല്ല ഗണ്ണാണ്. എനിക്കിഷ്ടമാണ് ബൈസൺ. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് ലൈക്ക് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമ്മളെന്തായാലും ബൈസൺ ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ട്. ബൈസൺ ഗ്ലൂ വാൾ ഇനി കുത്തിപ്പിടിച്ച് കളി ജയിക്കാൻ വയ്ക്കാം. നമ്മളെന്തായാലും നേരെ ഇനി കുത്തിപ്പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നേരെ കളി ഇതാക്കാൻ വേണ്ടി നമ്മൾ ഓടി അങ്ങ് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഒരാളിനെ ഞാൻ അവിടെ കണ്ടു. നമ്മളിവിടെ പോയി ഒളിച്ചിരുന്നപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരാളിനെ കണ്ടു. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ നടന്നു വരുന്നു. അടിക്കാന്ന് വെച്ചു ഫസ്റ്റ്. പിന്നെ അടിക്കേണ്ടതെന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കുറച്ച് നേരം നിന്നു. അപ്പോഴേക്കും അനിയൻ ഒരുത്തൻ നോക്കാക്കി. ഇവനാണെങ്കിൽ അവനെ കില്ലെടുക്കുകയും ചെയ്തു അനിയനെ. ഞാൻ എന്ത് ചെയ്തു, കയറിപ്പോയി ഇവനെ അങ്ങ് ഇതാക്കി. എന്നിട്ട് അപ്പോഴേക്കും അനിയനെ പൊക്കാൻ വെച്ചപ്പോൾ അനിയനെ കൊന്നു, കില്ല് ഫിനിഷാക്കി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അനിയൻ്റെ കില്ല ഫിനിഷാക്കാൻ പറഞ്ഞു. ഞാൻ ഫിനിഷാക്കിയിട്ട് നേരെ അടുത്ത എനിമിയുടെ സ്ഥലത്തോട്ടേക്ക് പറന്നങ്ങ് പോയി. അവിടെ എനിമി മനസ്സിലായി. ഫസ്റ്റ് കുറച്ച് ഡാമേജ് കൊടുത്തു, ഒന്ന് ഗ്ലൂ ആയിട്ടു, കുറച്ചുകൂടി ഡാമേജ് കൊടുത്തു, അവനങ്ങ് നോക്കാക്കി. പിന്നെ എന്ത് ചെയ്തു, നിങ്ങളെന്ത് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ നമ്മളെന്ത് ചെയ്തു, നേരെ പറന്നു പോയിട്ട് ഇവനങ്ങ് കുത്തിയങ്ങ് പിടിച്ചു. അപ്പോൾ നമ്മൾ നോക്കായി. നമ്മുടെ ടീമേറ്റ് എന്തായാലും കില്ലങ്ങ് ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്തായാലും രണ്ടാമത്തെ റൗണ്ട് അങ്ങനെ എടുക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഇനി മൂന്നാമത്തെ റൗണ്ട് ക്ലോക്ക് ടവറാണ് നടന്നത്. ക്ലോക്ക് ടവർ നടന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2 ബൈസൺ മാറ്റിയിട്ട് നമുക്കൊരു ബൈസണും വേറെ ഏതെങ്കിലും കണ്ണെടുക്കാൻ വെച്ചപ്പോൾ അനിയൻ്റെ കയ്യിൽ കണ്ണുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അവന് ഒരു കണ്ണെടുക്കാൻ വെച്ചാൽ അവനെ അടുത്തൊളിച്ച് നമ്മൾ M14 2 ചിപ്പ് എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ M14 2 ചിപ്പ് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം. ബൈസണും ഇതും നല്ലൊരു കോംബോയാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കോംബോയാണ്. കാരണം നമ്മൾ ദൂരത്തുനിന്ന് അടിക്കാൻ വേണ്ടിയിട്ടും ബൈസൺ അടുത്തുനിന്ന് അടിക്കാൻ വേണ്ടി നമുക്ക് നന്നായി ഉപകാരപ്പെടും. ഞാൻ ഈ ഗെയിമിൽ തന്നെ ഇപ്പോൾ ഞാൻ കളിക്കണതിൽ തന്നെ ഞാൻ കാണിച്ചു തരും. ഫസ്റ്റിന് ഇവിടുത്തെ ചാടി വന്നു. അവൻ അനിയൻ ചാടി തോമസോട് അടിച്ചു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിപ്പോകാൻ വെച്ചപ്പോൾ അടുത്ത് അങ്ങോട്ട് കയറി വന്നു. അത് ഞാൻ ബൈസണോടെ കുത്തി പിടിച്ച് നോക്കാക്കി. പിന്നെ ആ കില്ലങ്ങ് വേറെ ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ ഓടിപ്പോയി. എന്നിട്ട് ഇവിടെ നിന്ന് ലൂട്ട് എടുത്തപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നൊരു അടി കണ്ടു, അങ്ങോട്ടൊന്ന് ഓടിപ്പോകാൻ വെച്ചു. ഓടിപ്പോയി നോക്കിയപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ നേരെ ഇവിടെ ആവുമെന്ന് വെച്ചു ഇവിടെ നിന്ന് പോയി അടിച്ചു നോക്കി, ഇവിടെ ഇല്ല. അപ്പോൾ ഈ സൈഡിലാന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി നോക്കി. അപ്പോൾ അനിയനെ ഒറ്റ അടിക്കാൻ അവൻ നോക്കായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെയാണ് എനിമി. അപ്പോൾ ഞാൻ കുത്തി പിടിച്ച് അവനങ്ങ് തീർത്തു. ഞാൻ ഒപ്പം നോക്കാവും ചെയ്തു. അതിന് നമ്മൾ മൂന്നാമത്തെ റൗണ്ട് എടുത്തിട്ടുണ്ട്. നാലാമത്തെ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നോക്കി നോക്കാം. നമ്മളെന്തായാലും M14 3 ചിപ്പാക്കി. M14 3 ചിപ്പാക്കിയപ്പോൾ ബൈസണും M14ഉം മതി. പിന്നെ നമുക്ക് ഗ്ലൂ വാളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തായാലും 9 മിനിറ്റും കൂടെ ഉള്ളൂ. അതായത് നമ്മൾ അയച്ചുവിടും. പിന്നെ നമ്മൾ യുദ്ധക്കളത്തേക്കാണ് പോകുന്നത്. അനിയൻ പറഞ്ഞു അവൻ ഇതൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. ഞാൻ പിന്നെ കുറച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് നേരെ ആ ടയറിനെ മണ്ടയ്ക്ക് അങ്ങ് ചാടി മോളിപ്പോയി ഇതാക്കി, വീണ്ടും ഓടിപ്പോയി ചാടി. അവിടെ അപ്പോഴേക്കും ഒരുത്തനെ ഞാൻ കണ്ടപ്പോഴേക്കും സ്പോക്ക് ഇടാണ്ട് അടിച്ചപ്പോഴേക്കും എൻ്റെ സ്കില്ല് കാരണം നോക്കായി.
നോക്കായപ്പോൾ തന്നെ ഞാനങ്ങ് റഷ് ചെയ്തു, ഒന്നും നോക്കിയില്ല. അടുത്തവൻ വല്ലതും ഉണ്ടോ നോക്കി. അപ്പോൾ ഇതാ ഇവിടെ ഒരുത്തൻ, അവനടിച്ചോ എല്ലാം എനിക്ക് പറ്റില്ല, കാരണം അവൻ ടെറസിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല ചുപ്പി കുറവായ കാരണം ഒരു മെഡ് അടിച്ചു, ഒരു റിപ്പയർ കിറ്റ് 2 അടിച്ചു, ഒരു മെഡും കൂടെ അടിച്ചു. അപ്പോഴും ഒരുത്തനെ ഞാൻ സ്പോട്ട് ചെയ്തു. വേഗം മെഡടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇരുന്നിട്ട് വീണ്ടും നമ്മുടെ M14 വെച്ചിട്ട് ആ കില്ലങ്ങ് ഫിനിഷ് ചെയ്തു. അപ്പോൾ തന്നെ ആ കില്ല് ഫിനിഷ് ചെയ്തു. അപ്പോൾ തന്നെ അവന് ഇത് വരുന്നുണ്ടായിരുന്നു. ആ കില്ലങ്ങ് ഫിനിഷ് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെയാണ് അടുത്ത ഞാൻ നേരത്തെ നോക്കാക്കിയ എനിമി ഉണ്ടായിരുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ മണ്ടയിൽ എനിമി. ഇപ്പോൾ നമുക്ക് തന്നെ ഒരു 1v3 സിറ്റുവേഷൻ ആയിട്ട് ഈ സിറ്റുവേഷൻ ഞാൻ എടുക്കുമെന്ന് എനിക്കെന്നെ ഉറപ്പുണ്ടായിരുന്നില്ല. നേരെ വന്നു അലോക്കിന് ഞാൻ കുത്തി പിടിച്ചിട്ട് ചെക്കനെ ഞാൻ കില്ല് ഫിനിഷ് ചെയ്തപ്പോൾ അടുത്തവൻ ഇവനെ ഞാനങ്ങ് കുത്തി പിടിച്ച് ഇതാക്കി. ലാസ്റ്റ് അവനെ അങ്ങ് കൊന്നപ്പോൾ തന്നെ അടുത്തടി കിട്ടി. ഗ്ലൂവാൾ 2 അങ്ങനെ ഒരു സൂപ്പർ മെഡങ്ങ് അടിച്ചപ്പോൾ HP അങ്ങ് നന്നായി കയറി. അപ്പം തന്നെ പൊട്ടും. അപ്പം തന്നെ നമ്മുടെ വെസ്റ്റൊക്കെ റെഡിയാക്കിയിട്ട് മുകളിൽ നിന്ന് അടി വന്നു. ഗ്ലൂവാളം പൊട്ടിച്ചു. ഗ്ലൂവാൾ പൊട്ടിച്ചാൽ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടു, കാരണം എൻ്റെ ഗ്ലൂവാളും ഇല്ല. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ കവർ എടുക്കാൻ വെച്ചപ്പോൾ അതും പറ്റണില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു, ഒന്നുമില്ല. ഇവ ഈ ഗ്ലൂവാളം പൊട്ടിക്കുകയാണെങ്കിൽ നേരെ വീണ്ടും ഉള്ളിലേക്ക് ഓടി എങ്ങനെയൊക്കെയോ കയറി അവിടെ ഇരുന്നിട്ട് ഒരു മെഡടിക്കാൻ വെച്ചു. മെഡടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ സോം വന്നു. ഞാനങ്ങനെ പുറത്തേക്ക് ഓടി, നേരെ ഓടിപ്പോയി അവനിട്ട് കൊടുത്തു. ഒരു അടിയുടെ വ്യത്യാസത്തിനാണ് അവൻ ജയിച്ച്, ഒരു അടിയുടെ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കളി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത കളി 5ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാമത്തെ റൗണ്ടിൽ ഞാൻ കയറി വന്ന് തന്നെ ഓടുക ചെയ്ത്, ഗണ്ണൊന്നും എടുക്കല്ല, ഓടുക ചെയ്ത് നേരെ. അപ്പോൾ നമുക്ക് തന്നെ ബൈസണും ഒരു XM8 അങ്ങ് എടുക്കാം. XM8 ബൈസണും നല്ലൊരു കോംബോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കെന്നെ അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഞാൻ കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഇന്നപ്പോഴേക്കും 5 3 2 1 എന്നെ വിട്ടു. എന്നല്ല എല്ലാവരും വിട്ടപ്പോൾ എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങി. അനിയനാണെങ്കിൽ ഓട്ടം. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ ഒരുത്തനെ സ്പോട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഗ്ലൂവാളിട്ട് ചാടി വന്നിട്ട് പിന്നെ ഇതാ അടുത്തവ ഈ വഴി വരുന്നുണ്ടായിരുന്നു. അവനെ ഞാൻ സ്പോട്ട് ചെയ്ത് 2 അടി അടിച്ചു. പിന്നെ എൻ്റെ സ്കില്ല് തന്നെ അവന് വീണ്ടും 2 കിട്ടി. നേരെ നമുക്ക് എന്തായാലും ഓടുമ്പോൾ ഇതാ ഒരുത്തന്നെ ഞാൻ താഴ്ത്തി സ്പോട്ട് ചെയ്തു. അവനങ്ങ് അടിച്ചു വന്നിരുന്നു. ഇവൻ അപ്പോഴേക്കും എൻ്റെ അനിയനെ വന്നു. അവനങ്ങ് സ്കില്ല് വേഗം കംപ്ലീറ്റ് ആക്കിയപ്പോൾ ഇവിടുത്തെ 2 ചത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഓടിപ്പോയിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കുമ്പോൾ ഇവിടെ ഒരുത്തുണ്ടായിരുന്നു വിചാരിച്ച പോലെ തന്നെ. അവനങ്ങ് ഡാമേജ് അങ്ങ് കൊടുത്ത് നിൽക്കുമ്പോൾ അവൻ ഗ്ലൂവായിട്ട് അവിടെ പോയിട്ട് നമ്മളെന്ത് ചെയ്തു, അവനെ പൈസ വെച്ച് അവൻ കുത്തി പിടിച്ച് കൊന്നു. നമ്മൾ ഈ കളി റിവഞ്ച് എടുക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മളെന്തായാലും ഒരു ബൈസൺ ഇതെടുത്തു നേരെ പോയി അടിക്കുമെന്നറിയാൻ വേണ്ടി നിന്നപ്പോൾ ഇവിടെ ആരും ഇല്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ ഇവിടെ ആരുമില്ല മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എവിടെയാണ്, ഇവനെ കാണാൻ കൂടി ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഓടിക്കളിക്കുക. കുറച്ച് നേരം ഓടിക്കളിക്കുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ ബോറടിക്കാൻ തുടങ്ങി, കാരണം ആരുമില്ല, ആളെ കാണാനുമില്ല. പക്ഷെ ആരും ഉണ്ട് താനും. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി നോക്കാം. ഈ വഴി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല വെച്ചാൽ ഞാൻ അങ്ങനെ തൈസുമായിട്ട് അങ്ങ് സ്പീഡിലങ്ങ് പോയി നോക്കുമ്പോൾ ഇവിടെ ആരുമില്ല. പിന്നെ നമ്മൾ സർപ്രൈസായിട്ട് ഇതാ വരുന്ന അവിടുന്ന് ഒരു അലോക്ക്, അത് നിങ്ങളെ കാണോ അങ്ങനെ വന്നപ്പോൾ ഞാനെന്താ അവനെയും കുത്തിപ്പിടിച്ച് നമ്മൾ ഈ കളി അങ്ങ് എടുത്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കിട്ടിയാലെല്ലാം ചെയ്തേക്കാം. പീസ് ഔട്ട്.